സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിൽക്ക് ഷേക്കാണ്. ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിൽക്ക് ഷേക്കിൽ ഞാൻ മിൽക്ക് ഉപയോഗിക്കുന്നത് ഞാൻ പശുമ്പാലല്ല, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1 ഗ്ലാസ്, ബാദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് 6 മണിക്കൂർ 7 മണിക്കൂർ വെള്ളത്തിട്ട് വെക്കണം. ഇത് എന്നിട്ട് ഞാൻ അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഒരു 6 നമുക്ക് എടുക്കാം. അതേപോലെ ഒരു 6 ഈത്തപ്പഴം നന്നായിട്ട് വിത്തെല്ലാം എടുത്തിട്ട് കഷ്ണം കഴിച്ചത്. അതേപോലെ ഒരു 10-12 ഉണക്കുമുന്തിരിങ്ങയും. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് മിൽക്ക് ഷേക്ക് ആക്കാൻ പോവാം. ഇതാ നമ്മളെ ഹെൽത്തി കോക്കനട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 സ്പൂൺ തേനും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ചെറുങ്ങനെ മുറിച്ച ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഹെൽത്തി കോക്കനട്ട് മിൽക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഈ കോക്കനട്ട് മിൽക്ക് കൊണ്ട് മിൽക്ക് ഷേക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ. ബൈ.